الله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവ ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിധിയായ നാഥനാവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യനെ പലതരത്തിൽ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകളെ പലതായി തിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വിഭജനമെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഈ ഒരു അടിസ്ഥാനത്തിലുമല്ലാതെ പരലോകത്ത് അള്ളാഹു മനുഷ്യരെ 3 തരക്കാരാക്കി തിരിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അതിമനോഹരമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതാണ് സൂറ അൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ നാം ഒന്ന് പാരായണം ചെയ്താൽ അതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ വല്ലാതെ അത് നമ്മെ സ്വാധീനിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലും പ്രത്യേകമായി പാരായണം ചെയ്യാറുണ്ടായിരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ ഖമറിനോട് ചേർത്തുകൊണ്ട് പലപ്പോഴും സുബഹി നമസ്കാരത്തിൽ റസൂലുള്ളാഹി ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ മറ്റു പല സന്ദർഭങ്ങളിലും ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാൽ യാ റസൂലല്ലാഹ് അറാക ഖദ് ശിബ്ത. പ്രവാചകരെ, താങ്കൾക്ക് നരബാധിച്ചു തുടങ്ങിയതായി കാണുന്നുണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടികളിൽപ്പെട്ട ചിലതിനെ നരബാധിച്ചു തുടങ്ങിയപ്പോ ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിലാണ്. അദ്ദേഹമാണ് ആദ്യം ഇത് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഖദ് ശിബ്ത യാ റസൂലല്ലാഹ്. പ്രവാചകരെ, താങ്കൾക്ക് നരബാധിച്ചു തുടങ്ങിയിരിക്കുന്നുവല്ലോ. ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു മറുപടി, ഖാൽ ശയ്യബത്നി സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഹൂദ് വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ. 4 സൂറത്തുകളാണ് എനിക്ക് നരബാധിക്കാൻ കാരണം. ഒന്ന് സൂറത്തുൽ വാഖിഅ, മറ്റൊന്ന് സൂറത്തുൽ ഹൂദാണ്, മൂന്നാമത്തേത് സൂറത്തുൽ മുർസലാത്താണ്, നാലാമത്തേത് അമ്മ യതസാഅലൂൻ അഥവാ സൂറത്തുൽ നബ ആണ്. ഈ ഓരോ സൂറയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. സൂറത്തുൽ വാഖിഅ ഇതിൽ നിന്ന് ഏറെ പ്രത്യേകത
ഒന്നാമത്തെ തവണയുടെ പാരായണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. എല്ലാ ആളുകളും ആ സൂറത്തൊന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വീട്ടിലുള്ള, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന ഖുർആനിന്റെ പരിഭാഷ എടുത്തു വെച്ച് അത് വായിച്ച്, കഴിയുമെങ്കിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീർ ഒന്ന് എടുത്തു വെച്ച് ഈ 56-ാമത്തെ അധ്യായമാകുന്ന സൂറത്തുൽ വാഖിഅ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഖുത്ബയിൽ നമുക്കൊരു 25 മിനിറ്റ് കൊണ്ട് പറയാവുന്ന ഒരാശയ ഗാംഭീര്യമല്ല അതിനുള്ളത്. അതിൽ നിന്ന് ചില പ്രത്യേകതകൾ മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആളുകളെ ഞാൻ സൂചിപ്പിച്ച 3 വിഭാഗമായിട്ട് നാളെ പരലോകത്ത് അല്ലാഹു തിരിക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായ ഇതിന്റെ പരാമർശം. ഈ ഓരോ വിഭാഗത്തിനും നാളെ പരലോകത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും വളരെ മനോഹരമായി അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. ഈ 3 വിഭാഗം എന്ന് പറയുന്നത്, ഒന്ന് അസ്ഹാബു സ്വാബിഖൂൻ, മുൻകടന്നവർ എന്നാണ് ഖുർആൻ അവരെ വിളിച്ചത്. അല്ലെങ്കിൽ സൗഭാഗ്യവാന്മാർ, മഹാഭാഗ്യവാന്മാർ എന്ന് നമുക്ക് പറയാം. അസ്ഹാബു അസ്സാബിഖൂൻ. രണ്ടാമത്തേത് അസ്ഹാബുൽ മൈമനയാണ്, ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ വലതുപക്ഷക്കാർ എന്ന് അവരെ കുറിച്ച് പറയാം. മൂന്നാമത്തേത് അസ്ഹാബുൽ മഷ്അമയാണ്, ദൗർഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ എന്ന് അവരെ കുറിച്ച് ഖുർആൻ വിളിച്ചിരിക്കുന്നു. വലതും ഇടതും പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖുർആൻ ഉദ്ദേശിച്ച ഒരു വലതുപക്ഷം, ഖുർആൻ നിർവചിച്ച ഒരു ഇടതുപക്ഷം. ഇങ്ങനെ 3 വിഭാഗം. ഒന്ന് മഹാഭാഗ്യവാന്മാർ, രണ്ടാമത്തേത് ഭാഗ്യവാന്മാർ, മൂന്നാമത്തേത് ദൗർഭാഗ്യവാന്മാർ. അങ്ങനെ 3 വിഭാഗമായി അള്ളാഹു നാളെ പരലോകത്ത് മനുഷ്യരെ തിരിക്കുമെന്നാണ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ വിശ്വാസത്തിന്റെ പേരിൽ, ഈമാനിന്റെ പേരിൽ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന്റെ പേരിൽ, അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന്റെ പേരിൽ, ആ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ അവിടെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ലോകത്ത് ആളുകൾ പരിഗണിക്കുന്ന ഒന്നും ഇവിടെ മാനദണ്ഡമല്ല. വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും ഇതിലുണ്ടാവാം, സമ്പത്തുള്ളവരും ഇല്ലാത്തവരും ഇതിലുണ്ടാവാം, ഏത് രാജ്യക്കാരനും ദേശക്കാരനും ഭാഷക്കാരനും സംസ്കാരക്കാരനും ഒക്കെ ഇതിലുണ്ടാവും. അതുമായിട്ടൊന്നും ഒരു ബന്ധം ഇതിനില്ല. ഇതിനുള്ള ബന്ധം നമ്മുടെ ഈമാനാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ധാർമ്മിക ബോധമാണ്. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നാം ജീവിതത്തിൽ പാലിക്കുവാൻ വേണ്ടി ഖുർആൻ നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ നാം എത്രത്തോളം പാലിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് അള്ളാഹു നാളെ പരലോകത്ത് മനുഷ്യരെ തിരിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് വാഖിഅയിലെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. വകുൻതും അസ്വാജൻ സലാസ, 3 വിഭാഗമായി നാളെ പരലോകത്ത് ആളുകൾ മാറുന്നു. അസ്ഹാബുൽ മൈമന, ഒന്നാമത്തേത് അസ്ഹാബുൽ മൈമനയാണ്. ഒരു വിഭാഗം അസ്ഹാബുൽ മൈമനയാണ്. മാ അസ്ഹാബുൽ മൈമന, അത് ആരാണ് എന്ന് താങ്കൾക്ക് അറിയുമോ? അവിടെ അത് വിശദീകരിക്കുന്നില്ല, പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വഅസ്ഹാബുൽ മശ്അമ, മറ്റൊന്ന് ഇടതുപക്ഷക്കാരാണ്. മാ അസ്ഹാബുൽ മശ്അമ, ആരാണത്? ഇടതുപക്ഷക്കാരാരാണ്? ഖുർആന്റെ ഒരു ശൈലിയാണത്. ഖുർആൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആളുകളുടെ മനസ്സിനെ തട്ടിയുണർത്തുന്നതിന് വേണ്ടിയാണ്. ഒരു ആളെ ഒരു കാര്യം പഠിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അയാളോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു ആത്മവിചിന്തനം അയാൾ നടത്തും. എന്താണ് അതെനിക്കറിയോ എന്നുള്ളൊരു അന്വേഷണം നടത്തും. ആ അന്വേഷിക്കുന്ന മനസ്സിലേക്ക് ഉത്തരം ഇട്ടുകൊടുത്താൽ അത് അവന്റെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ പതിഞ്ഞു കിടക്കും. ഇത് ഖുർആന്റെ ഒരു ശൈലിയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന ഒരു ശൈലിയാണ്. അങ്ങനെ ഇവിടെ തുടക്കത്തിൽ അള്ളാഹു ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വഅസ്ഹാബുൽ മശ്അമ, മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന അസ്സാബിഖൂൻ, മുൻകടന്നവർ. ഉലൈകൽ മുഖറബൂൻ, അവരാണ് മുൻകടന്നവർ എന്ന് ഖുർആൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ ഒരു ആദ്യ ഭാഗത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ 3 വിഭാഗന്മാര്. ഇനിയും ഒന്നാമത് ഖുർആൻ ഈ ഒരു സൂറത്തുൽ വാഖിഅയിൽ മാത്രമല്ല പലയിടത്തും ഇങ്ങനെയുള്ള 3
ആളുകളെ കുറിച്ച്, 3 തരക്കാരെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. വസ്സാബിഖൂന സാബിഖൂൻ, മുൻഗണനവരായ ആളുകൾ, ഉലൈക്കൽ മുഖറബൂൻ, അവരാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയവർ, അള്ളാഹുമായി ഖുർബത്ത് സ്ഥാപിച്ചവർ, അള്ളാഹുമായി മാനസിക ബന്ധം സ്ഥാപിച്ചവർ, അള്ളാഹുമായി മുനാജാത്ത് നടത്തുന്നവർ, അള്ളാഹിന്റെ മുമ്പിൽ തുറന്ന് പറയുന്നവർ, അള്ളാഹുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കിയെടുത്തവർ. നമുക്കറിയാം നാം അള്ളാഹുവിന്റെ മുൻപിൽ എവിടെ നിൽക്കുന്നു, നമ്മുടെ ഖുർബത്ത് എത്രത്തോളം ഉണ്ട്, അള്ളാഹുവിലേക്ക് നാം നടന്നെടുത്തവരാണോ, അള്ളാഹുവിലേക്ക് നാം ഓടിയെടുത്തവരാണോ, അള്ളാഹുവിലേക്ക് നാം മാറ് അടുത്തവരാണോ, അള്ളാഹുവിലേക്ക് നാം ചാണ് അടുത്തവരാണോ, എത്രത്തോളം അള്ളാഹുവുമായി നാം ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ മനസ്സിന്റെ തേട്ടങ്ങളും തോന്നലുകളും ചിന്തകളും എത്ര ക്ലാരിറ്റിയോട് കൂടി, എത്ര ഇഖ്ലാസോട് കൂടി റബ്ബിനോട് നമുക്ക് തുറന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു ടെൻഷൻ വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, അത് 2 കൈയും കെട്ടിയിട്ട് റബ്ബിനോട് അങ്ങോട്ട് പറഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാനം. അരിഹനാ ബിസ്സലാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ബിലാൽ റളിയല്ലാഹു വിളിച്ച് പറയാറായിരുന്നു, ബിലാൽ, നമസ്കാരത്തിലൂടെ ഞങ്ങൾക്കൊരു റാഹത്ത് നൽകി. അതെന്താ, മനസ്സിലൊരു ടെൻഷൻ വന്നാൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ ആ ടെൻഷൻ അങ്ങോട്ട് തീരും. എന്താ കാരണം, അതിൽ എന്റെ കാര്യം ആരാണോ ഏൽപ്പിച്ചത്, ആരെയാണോ ഏൽപ്പിച്ചത് അവനോട് ഞാൻ പറഞ്ഞു, പിന്നെ പ്രശ്നം. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ, നമ്മൾ ആരുടെയോ മുമ്പിൽ എന്തോ ഒരു തെറ്റ് ചെയ്തു പോയി, ഉപ്പാനോട്, ഉമ്മാനോട്, ഭാര്യയോട്, അങ്ങനെ നമ്മള് അതിന്റെ പേരിൽ ആരാ നമ്മളെ ചോദ്യം ചെയ്യുക, ഒന്നുകിൽ ഉപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണ്. ആ ഉപ്പാനോട് കാര്യങ്ങളൊക്കെയാണ് തുറന്ന് പറഞ്ഞാല്, ഉപ്പ എനിക്കൊരു സമാധാനമായി, ഞാൻ പറഞ്ഞു ക്ലിയർ ആക്കി. ആ ഒരു പറച്ചില് റബ്ബിനോടാണ് പറഞ്ഞാൽ കിട്ടുന്ന സമാധാനം. അത് ആർക്കാ കിട്ടുക? സ്വാഭികീയങ്ങളായ ആളുകൾക്കാണ് കിട്ടുക. അതാണ് റബ്ബുമായുള്ള ബന്ധത്തിൽ നിന്നാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുക. അവര് റബ്ബുമായി അത്രയും സാമീപ്യം സ്ഥാപിച്ചവരാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മൾ റബ്ബിൽ നിന്ന് എത്ര അടുത്താണ്, എത്ര അകലെയാണ്. ആരും ബോധ്യപ്പെടുന്നുണ്ട, ആരോടും പറയാം. സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യ പോലും അത് അറിയില്ല. പക്ഷെ നമുക്കറിയാം ഇന്ന് നമ്മൾ ചെയ്തത് എന്താണ്, ഇന്നലെ ചെയ്തത് എന്താണ്, ഈ ഒരു മാസം ചെയ്തതാണ്, ഈ ഒരു വർഷത്തെ എൻ്റെ രീതി എന്തായിരുന്നു. അങ്ങനെ നമ്മളൊരു ആത്മവിചിന്തനം നടത്തുക, നമ്മൾ നമുക്കൊന്ന് മാർക്കിടുക, എത്ര ഖുർബത്ത് റബ്ബുമായി നമുക്കുണ്ട്. അങ്ങനെ ആ ഖുർബത്തുണ്ട് എങ്കിൽ ഫീ ജന്നാത്തിൻ നഈം, അവർക്കുള്ളതാണ് അനുഗ്രഹീതമായ ആ സ്വർഗം. എന്നിട്ട് ഖുർആൻ പറയാണ്, സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ. ആർക്കാ അത് കിട്ടിയ? സുല്ലത്തും മിനൽ അവ്വലീൻ, ആദ്യകാലക്കാരിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക്, ആദ്യകാലക്കാരിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക്, വ ഖലീലും മിനൽ ആഖിരീൻ, ശേഷക്കാരിൽ നിന്ന് കുറച്ച് ആൾക്കാർക്കും. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, സഹാബത്തിന്റെ കാലത്ത് ഒരുപാട് ആളുകൾക്ക് ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ഒരുപാട് ആളുകൾ, ഒരുപടി ആളുകൾ ആ പദവിയിലേക്ക് എത്തും. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ ഈമാൻ ഇങ്ങനെ കുറഞ്ഞ് 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 പിരി ഉടഞ്ഞ് ഇന്നിപ്പോ എവിടെ നിൽക്കുന്നു? താബികളിൽപ്പെട്ട ചിലർ പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ കൊച്ചു തെറ്റായി കണ്ടിരുന്നത് അന്നവർ മഹാ അപരാധമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഏത്? താബിങ്ങളുടെ കാലത്ത് പോലും അവർ കൊച്ചു തെറ്റായി കണ്ടിരുന്നത് സ്വഹാബത്ത് വലിയ അപരാധമായി കണ്ടിരുന്നു. അത്ര ഒരു ചെറിയ കാലം കൊണ്ട് തന്നെ, ഒരു 19 കൊല്ലം കൊണ്ട് അത്ര വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? നമ്മളായിരിക്കും സ്വഹാബത്തും നമ്മളൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്താൽ, അബൂബക്കർ സിദ്ദീഖും നമ്മളുമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ, ഉമർ ഖത്താബ് റളിയല്ലാഹു നമ്മളുമായിട്ടൊന്ന് പിന്നെ ഉടച്ചു നോക്കിയാൽ, ഒന്ന് തട്ടിച്ചു നോക്കിയാൽ എന്തായിരിക്കും നമ്മളെ ഈമാന്റെ അവസ്ഥ? അതുകൊണ്ട് തന്നെയാണ് അന്ന് അത്രയും കൂടുതൽ ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് ഈ ഉന്നത പദവിയിലേക്ക് എത്തും. എന്നാൽ ശേഷക്കാരിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രം. അതാണ് ഒന്നാമത്തെ വിഭാഗം. ഇതിനെക്കുറിച്ച് ഖുർആൻ വേറെയും സ്ഥലത്ത് പറയുന്നത്. സൂറത്ത് തൗബയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അൻസാറുകളിൽ നിന്ന്, മുഹാജിറുകളിൽ നിന്ന് മുൻകടന്നു വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെ നന്മ കൊണ്ട് പിൻപറ്റിയവരും, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വ അന്ന ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവി ഒഴുകുന്ന സ്വർഗമാണ് അവർക്കുള്ളത്. ഖാലിദീന ഫീഹാ അബദ, അവരതിൽ നിത്യവാസികളായിരിക്കും. ദാലികൽ ഫൗസുൽ അലീം, അതാണ്
ഏറ്റവും മഹത്തായ വിജയം. അങ്ങനെയുള്ള സ്വർഗമാണ് അവർക്ക്. ആ സ്വർഗത്തിന്റെ പ്രത്യേകതയ്ക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഈ സൂറത്തിൽ തന്നെ 26-ാമത്തെ ആയത്തിൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ, അവിടെ ആ സ്വർഗത്തിൽ ഈ ദുനിയാവിലേത് പോലെ ഒരു കുറ്റപ്പെടുത്തലോ ഒരു അനാവശ്യമായ സംസാരമോ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, അതാണ് ഇവർക്ക് ഇല്ലാ ഖീലൻ സലാമൻ സലാമ, ശാന്തിയെക്കുറിച്ചുള്ള സമാധാനത്തെക്കുറിച്ചുള്ള നല്ല ഭാഷണങ്ങളല്ലാതെ മറ്റൊന്നും അവിടെ അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു സ്വർഗമാണ് ആ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആർക്ക്? സാബിക്കീങ്ങൾക്ക്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. ഇനി രണ്ടാമത് ഖുർആൻ പറഞ്ഞത് ഫഅസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാർ. മാ അസ്ഹാബുൽ മൈമന, അതാരാണ്? ഖുർആൻ ഈ വാക്യയുടെ 8-ാമത്തെ ആയത്തിലൂടെയാണ് ഇത് ചോദിക്കുന്നത്. വഅസ്ഹാബുൽ യമീൻ, അതിന്റെ തൊട്ട് ശേഷം അവരെ കുറിച്ച് തന്നെ അസ്ഹാബുൽ യമീൻ എന്ന് ഏറെക്കുറെ ഒരേ അർത്ഥം തന്നെയാണ്. അസ്ഹാബുൽ മൈമന എന്ന് പറയുന്നതും അതേപോലെ തന്നെ അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്നതും ഒരേ വാക്കാണ്, ഒരേ അസ്ലാണ്, ഒരേ അർത്ഥമാണ്. അസ്ഹാബുൽ യമീൻ, മാ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീൻ വലതുപക്ഷക്കാർ എന്നാൽ എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരെ വിശദീകരിക്കുന്നത്. എന്താണ് ഒരു പ്രത്യേകത? അവർക്ക് പിന്നീട് ലഭിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്റാബ ഉർബൻ അത്റാബ ലിഅസ്ഹാബിൽ യമീൻ സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ. അവർക്ക് ആ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനോഹരമായ സൗകര്യങ്ങൾ, കന്യകമാരായ ആളുകളെ അള്ളാഹു പ്രത്യേകമായ രീതിയിൽ അവർക്ക് വേണ്ടി, അത് ഏറ്റവും മികവുറ്റ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, അതിന്റെ താഴെയുള്ള ആളുകൾക്ക് വേണ്ടിയും സ്വർഗത്തിൽ അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണോ അവരുടെ മനസ്സിൽ ഇച്ഛിക്കുന്നത് അതൊക്കെ അള്ളാഹു അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരുപാട് പ്രത്യേകത ശേഷം പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ അസ്ഹാബുൽ യമീൻ സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻകാലക്കാരിൽ നിന്ന് കുറെ ആളുകൾക്ക് അത് കിട്ടും. വസുല്ലത്തും മിനൽ ആഖിരീൻ, ശേഷക്കാരിൽ നിന്നും കുറെ ആളുകൾക്ക് അത് കിട്ടും. അതാണ് രണ്ടാമത്തെ കാറ്റഗറിയുടെ പ്രത്യേകത. അപ്പൊ അവർ ഏറ്റവും ഉന്നതരായ അള്ളാഹുവിന്റെ നേരത്തെ പറഞ്ഞ അത്ര സാമീപ്യം നേടിയെടുത്തവരല്ല. അതുകൊണ്ട് തന്നെ അവർ ആദ്യ കാലക്കാരിൽ നിന്നും ഒരുപാട് ആളുകൾ ഉണ്ടാകും, നമ്മുടെ ഈ കാലക്കാരിൽ നിന്നും ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലുണ്ടാകും. അള്ളാഹു നമുക്കെല്ലാം ഈ രണ്ടിലൊരു വിഭാഗത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് രണ്ട് വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ഒന്നാമത്തെ വിഭാഗത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? ഒന്നാമത്തെ വിഭാഗത്തിന് അനുഗ്രഹങ്ങളെ കുറിച്ച് അത്ര കൂടുതൽ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഭാഗത്തിന്റെ പറഞ്ഞപ്പോൾ തന്നെ ഈ ഹൂർലിങ്ങളെ കുറിച്ചും അവരുടെ പ്രത്യേകതയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോ അവർക്ക് തന്നെ അതുണ്ട് എങ്കിൽ ഒന്നാമത്തെ വിഭാഗത്തിന് എന്താണോ പിന്നീട് ലഭിക്കുന്നത് ആവശ്യമുള്ളത് അതൊക്കെ അവിടെ ലഭിക്കുമെന്നുള്ള വിഷയത്തിൽ ഒരു സംശയമില്ല. ഇനി മറ്റൊരിടത്ത് ഖുർആൻ ഇതിനെ കുറിച്ച് പറയുന്നു. ഫലക് തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ, ആ മലമ്പാത എന്തുകൊണ്ട് അവർ താണ്ടിക്കിടക്കുന്നില്ല? എന്താണ് മലമ്പാത? അടിമമോചനം, പട്ടിണിയുള്ള ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണം നൽകൽ, കുടുംബത്തിലുള്ള ഒരു അനാഥയ്ക്ക്, മണ്ണ് പുരണ്ട ഒരു പാവത്തിന്, ആമനു, അതേപോലെ തന്നെ ആയിത്തീരുകയും ചെയ്യുക. എവിടെ? വിശ്വാസികളുടെ കൂട്ടത്തിൽ. അതേപോലെ തന്നെ സ്വബർ കൊണ്ടും മർഹമത്ത് കൊണ്ടും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം കൽപ്പിക്കുകയും ചെയ്യുക. എങ്കിൽ ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷക്കാർ. അപ്പൊ ഓരോ സൂറത്തിലും പ്രത്യേകമായി ഈ കാര്യം പല രീതിയിലും എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ പ്രധാനമായി ഊന്നി പറയുന്നത് സൂറത്തുൽ വാഖിയയിലാണ്. അപ്പൊ ഇവിടെ പറയുന്നത് അവര് ഈ അസ്ഹാബുൽ മൈമനയിൽ ഉൾപ്പെടുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ. അടിമമോചനം അന്ന് ആ ലോകത്തിന് ആവശ്യമുള്ള ഒന്നായിരുന്നത്. ഇന്ന് അടിമ സമ്പ്രദായം ലോകത്തില്ല. പട്ടിണി കിടക്കുന്നവൻ എന്നും ലോകത്തുണ്ട്, ഇന്നും ലോകത്തുണ്ട്. ലോകത്തിന്റെ ഏതൊക്കെയോ ദിക്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ രാജ്യത്തും പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെ കണ്ടറിയാൻ നമുക്ക് സാധിക്കണം. അതൊക്കെയാണ് അവർക്കുള്ള ക്വാളിറ്റി. നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ പരിസരത്തുള്ള, നമ്മുടെ ബന്ധത്തിലുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത മണ്ണുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു അഗതി ഉണ്ടെങ്കിൽ, ഒരു പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവനെ കണ്ടറിയേണ്ടത്, അവനെ സഹായിക്കേണ്ടത്. ആ വിശ്വാസത്തിന്റെ കൂടെ ഇതൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി. വിശ്വാസം വേണം, വിശ്വാസം ഉണ്ടായിട്ട് എന്തൊക്കെ ഒരു കാര്യമുള്ളൂ. ആ വിശ്വാസം മാത്രം പോരാ, അതിന്റെ കൂടെ ഈ സ്വഭാവങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ അവർ അസ്ഹാബുൽ മൈമനയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത് അല്ലാഹു പഠിപ്പിക്കുന്നു വഅസ്ഹാബുൽ മശ്അമ, മാ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ?
അതിനെ കുറിച്ച് പിന്നീട് പറഞ്ഞത് അസ്ഹാബ് ഷിമാൽ എന്നാണ്. നേരത്തെ അസ്ഹാബുൽ മൈമന പറഞ്ഞിട്ട് പിന്നീട് യമീൻ പറഞ്ഞതുപോലെ അസ്ഹാബുൽ മഷ്അമ പറഞ്ഞിട്ട് പിന്നീട് ഖുർആൻ പറഞ്ഞ അസ്ഹാബ് ഷിമാൽ എന്നാണ്. അതേ പദം തന്നെയാണ്. ഇടതുപക്ഷക്കാരാണ് അസ്ഹാബ് ഷിമാൽ. എന്നിട്ട് അതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് അന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം. സൂറത്തുൽ വാഖിയയിലെ 46-ാമത്തെ ആയത്തിൽ അങ്ങനെയാണ് അല്ലാഹു പറയുന്നത്, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫീൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത? അവര് എന്തൊക്കെ തെറ്റുകളാണോ അവർ ചെയ്തുകൊണ്ടിരുന്നത് ആ തെറ്റുകൾ ആവർത്തിച്ച് ചെയ്യുകയായിരുന്നു. അവർ തെറ്റാണ് 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 എന്ന് പല നിലക്കുമുള്ള വാണിംഗ് അവർക്ക് ലഭിച്ചിട്ടും അല്ലെ, ഓരോന്നും ഓരോ വാണിംഗ. നമ്മുടെ മുൻപിലേക്ക് വന്നു വീഴുന്ന ഓരോ ഇൻസിഡന്റും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകളും അള്ളാഹു നമുക്ക് നൽകുന്ന താക്കീതാണ്, വാണിംഗ് ആണ്, ഇൻദാറാണ്. ഇൻദാറ്, നദീർ, മുൻദീർ എന്നൊക്കെ പറഞ്ഞ നേരെ പടച്ചോൻ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചോണമെന്നില്ല. അവര് മുൻതിരിയുന്നതാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അത് മാത്രമല്ല ഇൻദാറ്. കൊറോണ വൈറസ് ഒരു ഇൻദാറാണ്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വെള്ളപ്പൊക്കം മറ്റൊരു ഇൻദാറാണ്. നാം കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിമാനാപകടങ്ങൾ നമുക്കുള്ള താക്കീതാണ്. കൊച്ചു കൊച്ചു അപകടങ്ങൾ, നാട്ടിലെ മരണങ്ങൾ, നിപ്പ പോലെയുള്ള അപകടകരമായ രോഗങ്ങൾ, ഇതൊക്കെ നമുക്കുള്ള ഇൻദാറാ. ഇതൊക്കെ നമുക്കുള്ള വാണിംഗ, ഇതൊക്കെ നമുക്കുള്ള താക്കീത. ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. എനിക്കാണ് മുന്നറിയിപ്പ്. എന്ത് പറഞ്ഞാലും നമ്മളെന്താ പറയാ, ഇത് ഓനൊരു താക്കീതാണ്, ഇത് ഓൻ കേൾക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ വായിക്കല്. എനിക്കാണെന്ന് പലർക്കും കൂടെ തോന്നലില്ല. ഇത് ഇന്നോടാണ്, ഇത് ഞാനെന്തെങ്കിലും ശരിയാവാണ്ടെന്ന് ആലോചിക്കാണ്. അത് മിക്കവാറും ആർക്കും തോന്നില്ല. മിക്കവാറും തോന്നില്ല അത് ഓനുള്ളൊരു താക്കീതാണ്, ഓള് കേൾക്കേണ്ടിയിരുന്നു, ഓൻ കേൾക്കേണ്ടിയിരുന്നു, ഞാൻ കേൾക്കേണ്ടിയിരുന്നു എന്ന് ചിന്തിക്കാൻ, എന്നിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് ചിന്തിക്കാൻ. അതാണ് വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ആ സുഖലോലുപന്മാരായി ജീവിച്ച ആളുകൾ അവരുടെ പാപത്തിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. എത്ര താക്കീത് കിട്ടിയാലും ഞാൻ മാറൂല, കുന്നുകുലുങ്ങിയാലും ഞാൻ കുലുങ്ങൂല എന്നുള്ള നിലക്ക് വാശി പിടിച്ച് ആണിയടിച്ച് നിൽക്കുന്ന മനുഷ്യന്മാര്. സൂറത്തുൽ ബലദിനെ കുറിച്ച് പറയുന്നത് വല്ലദീന കഫറു ബിആയാതിനാകും അസ്ഹാബുൽ മശ്അമ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവഗണിച്ച ആളുകൾ അവരാണ് അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാർ. അലൈഹിം നാർ മൂസദ. അവർക്കുള്ളത് അടച്ചു പൂട്ടപ്പെട്ട നരകമാണ്. അടച്ചു പൂട്ടപ്പെട്ട നരകം. എന്തിനാ അടച്ചു പൂട്ടിയ നരകം? അതിൽ നിന്ന് ഒരു ചൂടും പുറത്തു പോവാതെ ഇവർക്ക് തന്നെ അനുഭവിക്കാൻ വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. അല്ലാഹു കൊട്ടി അടച്ചിട്ടിരിക്കുകയാണ്. ആവശ്യം വരുമ്പോ തുറക്കും, അവിശ്വാസികൾ അതിലേക്ക് കയറ്റും, എന്നിട്ടടക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുർആൻ വീണ്ടും സൂറത്തുൽ വാഖിയയിലൂടെ അവർക്ക് അവിടെയുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. സഖൂം വൃക്ഷത്തിന്റെ പഴം, അതിൽ നിന്നുള്ള വിഭവം അവര് ആ നരകത്തിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. അത് കഴിച്ച് അവര് വയറ് നിറക്കും. ആ സഖൂം വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് എന്നിട്ടോ അതിന്റെ മുകളിൽ അവർക്ക് കുടിക്കാനുള്ളത് ഒരു ചുട്ടുപഴുത്ത വെള്ളം, അതവർ കുടിക്കും. കുറേശ്ശെ കുടിക്കല്ല, ഒട്ടകം കുടിക്കണമായി വരിച്ചു കുടിക്കും. കാരണം എന്താ? ഈ ജാതി സാധനം കഴിച്ചിട്ട് വയറ്റിൻ്റെ ഉള്ളിൽ പുകയാണ്, തീയാണ്, ആളാണ്. ആ കത്തലടക്കാൻ വേണ്ടി ഈ ചുടുവെള്ളം അവര് മുക്കി കുടിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇതാണ് അവർക്ക് നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്ന സദ്യ, സൽക്കാരം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവകരമായിട്ടാണ് ഈ 3 വിഭാഗത്തെ കുറിച്ച് അള്ളാഹു നമ്മളെ ഈ ഒരു സൂറത്തിലൂടെ തെര്യപ്പെടുത്തുന്നത്. ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സൂറത്തിൽ വാക്യ അർത്ഥം അറിഞ്ഞ് നമ്മളൊന്ന് ഓതി നോക്കുക. കുറെ ആളുകൾക്കൊക്കെ അറിയാം, പക്ഷെ ഇപ്പോഴും ഖുർആനിൽ അർത്ഥം പഠിക്കാൻ വേണ്ടി എന്തിനെല്ലാം നമ്മൾ സമയം മാറ്റി വെക്കുന്നത്? ഖുർആന്റെ അർത്ഥം പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ ഇപ്പോഴും നമുക്ക് സമയം കിട്ടാത്ത ചില ആളുകളുണ്ട്. ഒരു ദിവസം ഒരു അരമണിക്കൂർ, അതിന് 24 മണിക്കൂറിൽ 23.5 മണിക്കൂറും എന്തിനുപയോഗിച്ചാലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ കൂടെ ഒരു അരമണിക്കൂർ നമ്മളൊരു ഖുർആൻ പാരായണത്തിന് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇപ്പോ ഫലക്ക് എന്ന് പറയുന്ന പ്രഭാത ഖുർആൻ ക്ലാസിന്റെ സംരംഭം നടന്നത് 10 മിനിറ്റ്, 6 മണി മുതൽ 6:10 വരെ 10 മിനിറ്റ് സമയം. ഒരുപാട് സ്ഥലത്ത് ജില്ലാടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അതൊക്കെ നടക്കുന്നുണ്ട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ.
അത് രാവിലെ ഒരു 10 മിനിറ്റ് അതിന് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നമ്മുടേതായ നമ്മളിപ്പോൾ ഇവിടെ എത്തി വായിച്ചിട്ട് ഏത് സൂറത്തിലെത്തി അത് അമാനിമോലയുടെ തഫ്സീർ എടുത്ത് വെച്ച് അല്ലെങ്കിൽ പിന്നെ ചെറിയ മുണ്ടും പിന്നെ അതേപോലെ തന്നെ പറപ്പൂര് എഴുതിയ ഖുർആൻ പരിഭാഷ എടുത്ത് വെച്ചിട്ട് കുറേശ്ശെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോവുക. അങ്ങനെ ആദ്യം നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. മനസ്സിലാക്കുക, മാറ്റം വരുത്തുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമുക്ക് അപേക്ഷിക്കുമെന്ന്. الحمد لله الحمد لله الواحد القهار العزيز الغفار والصلاة والسلام